സാധനം സ്മാരകം എടുത്തോണ്ട് പോ. സ്മാരകം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിലാണ് കേട്ടോ. ഞാനിവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചി രാവിലെ തന്നെ ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മുറ്റത്തോടെ ഇറങ്ങിയിട്ട് ഉമ്മച്ചി അവിടെ ചെടിയുടെ കൂടെ കുറച്ച് പരിപാടിയിലാണ്. സോ ഞാനിവിടെ ദോശ ചുടാണ്. ഇവാക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് ദോശ. ദോശയുള്ള ദിവസമൊക്കെ ഇവ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിച്ചോളും. എല്ലാ ദിവസവും അല്ല കേട്ടോ, സ്ഥിരമായിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തൊടൂല. നമ്മളിങ്ങനെ ആഴ്ചയിലൊക്കെ 1-2 ദിവസം ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ വേഗം ദോശ ചുടട്ടെ. ഇന്ന് ദോശ ആയതുകൊണ്ടാണ് ഇവക്കുട്ടി ഗുഡ് ഗേൾ ആയിട്ട് ഇന്ന് കഴിക്കുകയാണേ. ഇഷ്ടമാണ് ഇവക്ക് ദോശ. എവിടെ കഴിച്ച് കണ്ട ഗുഡ് ഗേൾ. മുഴുവൻ കഴിക്കണേ. മുഴുവൻ കഴിക്കുമോ? അങ്ങനൊന്നും കാണിക്കണ്ട. പാത്രം തട്ടി താഴെ ഇടല്ലേ. ഞാൻ ഫുഡൊക്കെ ആയിട്ട് പിന്നെയും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. നല്ല കാറ്റും കിട്ടും. നല്ല കാറ്റും കിട്ടും. അതുപോലെ റോഡിൽ കൂടെ പോണ ആളുകളെയൊക്കെ കാണാം. നിന്നെ കാണിച്ചു കൊടുക്കണം. ഇവിടെ ഒരാൾ നിപ്പുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. നിക്കണ്. ഇനി ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടെ ഉപ്പിലിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇവിടെ ഭയങ്കര പിടിയുള്ള സാധനമാണ് കേട്ടോ. ഇത് അഫിയുള്ള സമയത്താണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ബീച്ചിലൊക്കെ പോയിട്ട്, ഇവിടെ ആലപ്പുഴ ബീച്ച് ഉണ്ടല്ലോ, അപ്പം നമ്മൾ മിക്കപ്പോഴും പോകാനായിട്ട് അഫിയായിട്ട് വൈകിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് സ്ഥിരം കഴിക്കാറുള്ള സാധനമാണ് കേട്ടോ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. അപ്പം ഇപ്പോൾ വീഡിയോ കാണുകയാണെന്നില്ല എന്തായാലും അഫി കൊതി പിടിച്ചിരിക്കുകയായിരിക്കും പൈനാപ്പിൾ കാണുമ്പോഴേ. ദോശ ഉണ്ടാക്കുവാണോ? എന്ത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കണേ? ഇതുകൊണ്ട് നമുക്ക് ഇഷ്ടാണോ പൈനാപ്പിള്? ഇല്ലേ? മക്ക് തണ്ണിമത്തം വേണോ ഇനി? തണ്ണിമത്തം തീർന്നു പോയില്ലേ? അയ്യോ, തണ്ണിമത്തം 2 എണ്ണം മേടിച്ചിട്ട് ഒറ്റയ്ക്ക് തിന്നായിരുന്നു. തണ്ണിമത്തം തീറ്റി മാത്രമായിരുന്നു. ഇവ സൈക്കിൾ ഓട്ടുന്ന സ്റ്റൈലൊന്ന് നോക്കിയേ. ഇങ്ങനെ കറക്കോളൂ കേട്ടോ. അത് ഫുള്ളായിട്ട് ചവിട്ടാറിയില്ലേ. ഇനി ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകണ്ട. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ സ്പ്രേ പെയിന്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടി ചെയ്തിട്ട് നമുക്ക് ഈ ഷോക്കേസിൽ വെക്കാന്ന് നോക്കട്ടെ. ഈ ഷെൽഫിൽ നമുക്ക് ചെടി വെക്കാന്ന് വിചാരിച്ചേട്ടാ. ഇതില് ഭയങ്കര. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളിങ്ങനെ പോളിത്തീൻ ഷീറ്റ് ഉണ്ടല്ലോ, പോളിത്തീൻ കവറ് കിറ്റിന്നൊക്കെ നമ്മൾ കീറിയെടുക്കൂലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവം വേണം. കത്രിക അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കുറച്ച് ചെറിയൊരു പീസ് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നല്ലോണം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടുക. നീ ചുരുട്ടുണ്ടോ? നീ എവിടെ നിൽക്ക്. ഒച്ച എടുക്കല്ലേ ഇവ. ഇവ ഭയങ്കര അലമ്പാണ്ട്. ഇവ എന്നെ കൊണ്ട് ഒരു വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല. ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മെറ്റാലിക് പെയിന്റ് ആണ് കേട്ടോ. സിൽവറും ഗോൾഡനും പിന്നെ ഇതാണ് ബ്രോൺസാണ്. കോപ്പർ. ഈ 3 കളറായിട്ട് എടുത്തേക്കണേ. ഞാൻ ഈ കളർ വെച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പൊ ഫസ്റ്റ് ഈ ഒരു സിൽവർ കളർ ഇവ ഒന്ന് മാറ്. ആ സൈക്കിൾ കൊണ്ട് പോയേ നീ. അപ്പൊ ഫസ്റ്റ് അതായി സിൽവർ കളർ വെച്ചിട്ട് ചെയ്ത് നോക്കാട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവ ഇങ്ങനെ സഹായം ഒന്നും പറഞ്ഞു വന്നിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കളർ വെച്ചിട്ടല്ല, വൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമ്മളിങ്ങനെ വെറുതെ റാൻഡം ആയിട്ടൊന്നും ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ, ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ചെയ്യാനായിട്ട്. പക്ഷെ സിമ്പിൾ ആണെങ്കിലും സംഭവം ചെയ്ത് വരുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു ആന്റിക് ലുക്ക് ഒക്കെ തോന്നും കേട്ടോ നമുക്കിത് കാണുമ്പോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഗോൾഡൻ ആട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പൊ ഞാൻ ഈ ഒരു ബ്രോൺസ് കളർ വെച്ചിട്ട് ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ മേലെ ജസ്റ്റ് ഒന്ന് വാർണിഷ് അടിച്ചു കൊടുക്കാൻ പോവാട്ടോ. അപ്പൊ വാർണിഷ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ഈ ഒരു ലുക്ക് അങ്ങ് മാറും കേട്ടോ. നല്ലൊരു ഫിനിഷിങ് ആയിരിക്കും കേട്ടോ, നല്ല ഭംഗിക്ക് ഇരിക്കുവേ. ഞാൻ വാർണിഷ് അടിച്ചിട്ട് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഹോളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഹോൾ അറേഞ്ച് ചെയ്യല് നീക്കി വെച്ചേക്കാണ്. സോ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഹോളൊക്കെ അറേഞ്ച് ചെയ്യാം കേട്ടോ. എന്താ ഇവാ? പെണ്ണാ? പച്ചു വരച്ച് വെച്ചാണ് കേട്ടോ. ആ ഹാങ്ങിങ് പ്ലാന്റ് കണ്ടിട്ടെ മുടി പോലെ ഉണ്ടെന്നും പറഞ്ഞ് അവളത് ആ ഫേസ് ഒക്കെ വരച്ച് വെച്ചേക്കണം കേട്ടോ അതിനകത്ത്. ഹിവാക്കാണ് ഇത് കണ്ടിട്ട് ഭയങ്കര പേടി, കള്ളപ്പേടിയാണ്ടാ. ഹിവാക്ക് ഒരു സാധനത്തിന് പേടിയൊന്നുമില്ല. ഹിവ വെറുതെ ഓരോന്ന് അഭിനയിക്കാട്ടാ, ഷോ കാണിക്കാണ്. അപ്പൊ കല്ലെടുത്ത് കൊടുത്തിട്ട് കല്ലെറിഞ്ഞ് കളിക്കണം കേട്ടോ. പെണ്ണിനെ കല്ലെറിയുവാണ്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആദ്യം തന്നെ ഈ ഒരു ഷെൽഫ് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെൽഫ് ഞാൻ ഇന്നലെ പെയിന്റ് ഒക്കെ അടിച്ച് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ അത് സെറ്റ് ചെയ്യാവേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ് അറേഞ്ച് ചെയ്യാൻ പോട്ടെ. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചേ ഇതില് ചെടിയൊക്കെ നട്ടിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇരിക്കണ ഒരു ഭംഗിയാണ്. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇരിക്കണം. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പുറത്ത് കിടന്നിരുന്നതാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും ഈ മേളിൽ വെക്കുകയാണ്. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് വെക്കാം. ഇനിയിപ്പോ ബാക്കി ഓരോ സ്ഥലത്തും നമ്മൾ ഓരോരോ ചെടികളെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ആക്ച്വലി നല്ല ഭംഗിയുള്ള പോട്ടുകൾ അധികം ഇല്ല. അപ്പൊ പോട്ടുകൾ എന്തായാലും വാങ്ങണം, അല്ലെങ്കിൽ ഉണ്ടാക്കും എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഇപ്പൊ തൽക്കാലം കയ്യിലുള്ള പോട്ടൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്യാവേ. അതൊന്ന് കൊണ്ടുപോകോ സാധനം, സ്മാരകം എടുത്തോണ്ട് പോ, സ്മാരകം. അപ്പൊ ഇത് ഞാൻ മാർബിൾ ബോർഡിൽ ചെയ്തെടുത്തതാണ്. നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു കവർ വരില്ല, അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കേട്ടോ. നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഓൾമോസ്റ്റ് ഷെൽഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രോഫി ആയിട്ട് വെച്ചായിരുന്നു, ട്രോഫി ഒക്കെ എടുത്ത് ദൂരെ എറിഞ്ഞ്. അപ്പൊ കുറച്ചുകൂടി ചെടികൾ ബാക്കിയുണ്ട്, പക്ഷെ ഷെൽഫിൽ ഇനി സ്ഥലമില്ല. അപ്പൊ തൽക്കാലം എല്ലാം കൂടെ കുത്തി നിറയ്ക്കുന്നില്ല. ഇനി കുത്തി നിറച്ച അവസാനം പറക്കുന്നില്ലെന്ന് പറയട്ടോ. അതുകൊണ്ട് ഇത്രയും മതിയല്ലേ. ഇനി ഈ സോഫയുടെ ഈ ഒരു കോർണറിൽ ഈ ഒരു ചെടി വെക്കാന്ന് വിചാരിക്കട്ടെ. സച്ചു രാവിലെ ഇരുന്നിട്ട് കയറൊക്കെ ചുറ്റി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ആ ഒരു കോർണറിലോട്ട് വെക്കുകയാണേ. അപ്പൊ അതാ ഈ ഒരു ഹാങ്ങിങ് ബോട്ട് കണ്ടില്ലേ, സച്ചു ഇന്നലെ ഉണ്ടാക്കിയ ഹാങ്ങിങ് ബോട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ കയറൊക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇതിങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഹാങ് ചെയ്തിടാന്ന് വിചാരിക്കുകയാണേ.
ഓക്കെ, അങ്ങനെ അതാ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടാ. ഈ ഒരു സൈഡ് ഓൾമോസ്റ്റ് ഒന്ന് പറക്കും തെളികി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു വോളുണ്ടല്ലോ, ഈ ഒരു വോളിൽ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ സച്ചു ഒരു ലീഫ് പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായല്ലോ, അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഇവിടെ 1-2 സാധനങ്ങളും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഹാങ്ങിങ് പോട്ടാണ്, സച്ചു മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതെടുത്ത് ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് വോളിൽ കുറച്ച് പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വോളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കുറേ പേര് പറഞ്ഞായിരുന്നു ഇവിടെ വോൾ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോരെയെന്ന്. പക്ഷെ ഞങ്ങളുടെ വോൾ ഉണ്ടല്ലോ, ഈ ഒരു പാട് വരുന്നതിന്റെ കാരണം നമ്മുടെ ഭിത്തിയിൽ ഈർപ്പമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വോൾ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പൊളിഞ്ഞ് ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ നമുക്ക് വോൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോ ഈ വോളിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, സച്ചു ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായല്ലോ. അപ്പോൾ ഈ ഒരു ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോകട്ടെ. 2 ലീഫ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോവാണേ. അങ്ങനെ ഫൈനലി നമ്മളിത് ആ ഹോളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് സെറ്റാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വലിയൊരു മേക്ക് ഓവർ കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് മുന്നേ ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി ഇത് ഭംഗിയാക്കി കേട്ടോ, അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് വലിയ കാര്യപ്പെട്ട സാധനങ്ങൾ നേരത്തെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ കാശും മുടക്കിയിട്ടില്ല. ആകെ 300 rupees ആയുള്ളൂ ഈ ഒരു പെയിന്റ് വാങ്ങാനായിട്ട്. അല്ലാണ്ട് വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഹോളിന്റെ ലുക്ക് ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഒരു പണിയും കൂടെ പെൻഡിങ് കണ്ടോ. ഈ ഒരു ഡോറ് കണ്ടോ, ഈ ഒരു ഡോറിൽ പെയിന്റ് അടിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഈ ഒരു ഡോറിലും കൂടി പെയിന്റ് അടിക്കണം. അപ്പൊ എന്നാലും അത് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യണില്ല. അതിന് പപ്പ വന്നിട്ട് പെയിന്റ് അടിക്കണം. പപ്പ അവിടെ ഇല്ല, പപ്പ വന്നിട്ടാണ് ഞാൻ അതിലൊക്കെ പെയിന്റ് അടിക്കണേ. അപ്പൊ ഇപ്പൊ ഉള്ളത് വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അവിടെ ഹോളിന്റെ ലുക്ക്.